നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ജെമിനിയുടെ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റാണ്. ഇതിലെ പ്രധാന വിവരങ്ങൾ വേർതിരിച്ചെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ശരിക്കും ഈ ടെക് ഡോക്യുമെന്റിൽ മിഥുനരാശിയെക്കുറിച്ച് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. നമുക്ക് അവിടെ തന്നെ തുടങ്ങാം, അല്ലേ? അതെ, അതാണിതിലെ ഏറ്റവും രസകരമായ ഒരു തുടക്കം. നിങ്ങൾ തന്ന ആ ഡോക്യുമെന്റിലെ മിഥുനരാശി എന്ന് പറയുന്നത് ഒരു വിവർത്തനത്തിലെ പിഴവാണ്. ഓ, അതാണല്ലേ കാര്യം. അതെ, ഇംഗ്ലീഷിലെ ജെമിനി എന്ന ബ്രാൻഡ് നെയിമിനെ ആരോ ജ്യോതിഷത്തിലെ മിഥുനം രാശിയാക്കി മാറ്റിയതാണ്. ഇത് ശരിക്കും AI-യുടെ ഒരു പ്രധാനപ്പെട്ട പരിമിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹാലോസിനേഷൻ എന്ന് പറയും. ഹാലോസിനേഷൻ. അതായത് AI യാതൊരു സംശയവുമില്ലാതെ തെറ്റായ വിവരങ്ങൾ സത്യമാണെന്ന മട്ടിലങ്ങ് അവതരിപ്പിക്കും. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരിത്രയധികം സുരക്ഷാ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒരു വലിയ കാര്യത്തിലേക്കാണ് നമ്മളെ എത്തിച്ചത്. ഈ ഹാലുസിനേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗൂഗിളിന് സഹായകരവും അപകടരഹിതവുമായ, അതായത് ഹെൽപ്ഫുൾ ആൻഡ് ഹാംലെസ് എന്നൊരു ലക്ഷ്യമുണ്ടെന്ന് ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ. അത് നടപ്പിലാക്കാനായി 4 പ്രധാനപ്പെട്ട പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ 4 എണ്ണം. അതിലൊന്ന് അക്രമവും പിന്നെ വിദ്വേഷപ്രചരണവുമാണ്. മൃഗങ്ങളോടുള്ള ക്രൂരതയോ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള അധിക്ഷേപങ്ങളോ ഒന്നും അനുവദിക്കില്ല. പിന്നെ അപകടകരമായ നിർദ്ദേശങ്ങൾ, അതായത് ബോംബുണ്ടാക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ. അതെ, അങ്ങനെയൊന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. പക്ഷെ അവിടെ ഒരു നല്ല കാര്യമുണ്ട്. ആരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് സംസാരിച്ചാൽ അവരെ സഹായിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പരുകൾ നൽകും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കർശനമായ നിയമം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ളതാണ് എന്ന് തോന്നുന്നു. തീർച്ചയായും, അതിനൊരു വിട്ടുവീഴ്ചയുമില്ല. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ചിത്രങ്ങൾ, അതായത് CSAM. അത്തരം ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ NCMEC പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ അറിയിക്കും. അതോടൊപ്പം ആ അക്കൗണ്ട് റദ്ദാക്കുകയും ചെയ്യും. ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. ശരി, അപ്പോ ഇതൊക്കെയാണ് നിയമങ്ങൾ. പക്ഷേ ഒരു സംശയം, പ്രത്യേകിച്ച് മെഡിക്കൽ കാര്യങ്ങളിലൊക്കെ ജെമിനി പറയുന്ന വിവരങ്ങൾ തെറ്റല്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അതിനാണ് ഗ്രൗണ്ടിംഗ് എന്നൊരു സാങ്കേതിക വിദ്യ അവർ ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ടിംഗ് ഇതൊരു വലിയ മുന്നേറ്റമാണ്. കാരണം പഴയ AI മോഡലുകൾക്ക് തങ്ങൾ പറയുന്ന കാര്യം ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കാൻ കഴിവില്ലായിരുന്നു. എന്നാൽ ഇവിടെ ജെമിനി അതിന്റെ ഓരോ ഉത്തരവും ഗൂഗിൾ സെർച്ചിന്റെ ആ വലിയ ഡാറ്റാബേസുമായി ഒത്തുനോക്കുന്നുണ്ട്. ഓക്കേ. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തരത്തിന് താഴെയുള്ള ആ ഡബിൾ ചെക്ക് ബട്ടൺ അമർത്തുമ്പോൾ ശരിയായ വിവരങ്ങൾക്ക് നേരെ പച്ച നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് സ്വയം അതിന്റെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുകയാണല്ലേ? അതെ. ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാനും ഈ ഗ്രൗണ്ടിംഗ് ചെയ്യാനുമൊക്കെ നമ്മുടെ സംഭാഷണങ്ങൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, നമ്മുടെ സ്വകാര്യതയുടെ കാര്യമെന്താവും? നല്ല പോയിന്റാണ്. നിങ്ങളുടെ സംഭാഷണങ്ങൾ സേവനം മെച്ചപ്പെടുത്താനായി ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട്. ചിലത് അജ്ഞാതമാക്കിയിട്ട് മനുഷ്യരായ റിവ്യൂവർമാർ പരിശോധിക്കുകയും ചെയ്യും. മനുഷ്യരോ? അതെ. അതുകൊണ്ട് പേര്, ഫോൺ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ അതിൽ നൽകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ അതിനൊരു പരിഹാരമുണ്ടോ? ഉണ്ട്. ഈ ഡേറ്റ 3 മാസത്തിനു ശേഷം ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ കമ്പനികൾക്കുള്ള ഗൂഗിൾ വർക്ക്സ്പേസ് പതിപ്പിൽ മനുഷ്യർ വിവരങ്ങൾ പരിശോധിക്കില്ല. ശരി, അപ്പോൾ ടെക്സ്റ്റിന്റെ കാര്യം ഓക്കെ. പക്ഷെ ചിത്രങ്ങളുടെ കാര്യമോ? AI നിർമ്മിക്കുന്ന വ്യാജ ചിത്രങ്ങൾ ഒരു വലിയ സീനാണല്ലോ. അതിനെപ്പറ്റി ഈ ഡോക്യുമെന്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. അതിനാണ് സിന്തേഡി, അതായത് സിന്തൈഡ് എന്ന ടെക്നോളജി. ജെമിനി ഉണ്ടാക്കുന്ന ചിത്രങ്ങളിൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തൊരു ഡിജിറ്റൽ വാട്ടർമാർക്ക് ചേർക്കും. ഒരു അദൃശ്യമായ വാട്ടർമാർക്കോ? അതെ, ഒരു മെയ്ഡ് ബൈ AI സ്റ്റാമ്പ് പോലെ. അതുകൊണ്ട് ആ ചിത്രം പിന്നീട് എവിടെ കണ്ടാലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് AI നിർമ്മിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് കൊള്ളാം. പക്ഷെ ആർക്കെങ്കിലും ആ വാട്ടർമാർക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അതത്ര എളുപ്പമല്ല. സാധാരണ ക്രോപ്പ് ചെയ്യുകയോ കളർ മാറ്റുകയോ ചെയ്താലൊന്നും ആ വാട്ടർമാർക്ക് പോകില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ചുരുക്കത്തിൽ നിങ്ങൾ നൽകിയ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നതിതാണ്, ജെമിനി വളരെ ശക്തമായൊരു ഉപകരണമാണ്. പക്ഷേ ആ മിഥുനരാശി പോലുള്ള പിഴവുകൾ അതിന്റെ പരിമിതികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ നിയമങ്ങളും പിന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ടിംഗ്, സിന്തൈഡി പോലുള്ള സാങ്കേതിക വിദ്യകളുമുണ്ട്. എങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യപരമായവ, ഒരു വിദഗ്ധനെക്കൊണ്ട് പരിശോധിപ്പിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം കൂടി പറയാം. ഈ രേഖയിൽ
ഡീപ്പ് റിസർച്ച് എന്നൊരു കഴിവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡീപ്പ് റിസർച്ച്. അതെ, അതായത് സങ്കീർണമായ വിഷയങ്ങളിൽ സ്വയം പ്ലാൻ ചെയ്ത് പല ഘട്ടങ്ങളായി വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ജെമിനിക്ക് സാധിക്കും. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: വിവരങ്ങൾക്കായി സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം ഏജന്റ് എഐകൾ സാധാരണമാകുമ്പോൾ ഗവേഷണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറുമോ? നമ്മുടെ ഉപകരണങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനുഷ്യർ പുതുതായി എന്തൊക്കെ കഴിവുകളാണ് നേടേണ്ടത്?